ഹായ് മക്കളെ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വെറൈറ്റി പലഹാരം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. ഈ പലഹാരം വടക്കൻ മേഖലയിൽ ആണ് ഇത് ഉണ്ടാക്കുന്നത്. സെൻട്രൽ ട്രാവൻകൂറിൽ ഉണ്ടാക്കി ഞാൻ അധികം കണ്ടിട്ടില്ല. ഇത് ഭയങ്കര ഒരു നേർച്ച പലഹാരമാണ്. ഇതിൻ്റെ ഫേമസ് പള്ളി ഏതാണെന്നറിയാമോ? എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ കരിഞ്ഞാച്ചിറ സെൻറ്റ് ജോർജ് പള്ളി എന്ന് പറയും. അവിടെ കന്നിമാസം കഴിയുമ്പോൾ വൃശ്ചിക മാസം ആകുമ്പോഴത്തേക്കും വൃശ്ചിക 20-ാം തീയതിയാണ് ഈ നേർച്ചയുടെ പെരുന്നാൾ. ഭയങ്കര തീർത്ഥാടന കേന്ദ്രമാണ്. ഒരുപാട് നാനാഭാഗത്തുനിന്നും തീർത്ഥാടകർ വന്ന് പോകുന്ന ഒരു പള്ളിയാണിത്. ഫേമസ് പള്ളിയാണ്. നമ്മൾ എന്തപേക്ഷിച്ചാലും എന്ത് നിയോഗം സമർപ്പിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു പള്ളിയാണ്. അവിടെ മാതാവിൻ്റെ നാമത്തിലുമുണ്ട്, ഗീവറീസാദായുടെയും കൂടി ചേർന്ന ഒരു പള്ളിയാണ്. അപ്പം വൃശ്ചിക 20-ാം തീയതിയാണ് ഇതിൻ്റെ പെരുന്നാൾ. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷിക്കാരുടെ വീടുകളിലെ ഒരു നേർച്ചയാണ്. കൃഷിയും പുരയിടവും ഒക്കെ ഉള്ളവർ. അപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വാഴത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പം വാഴത്തോട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പള്ളിയിലേക്ക് ഈ വൃശ്ചിക 20-ാം തീയതി ഈ നേർച്ച കഴിക്കാനായിട്ട് നമ്മൾ ഏറ്റവും നല്ല വാഴത്തോട്ടം, ഏറ്റവും നല്ല ഒരു കൊല നമ്മൾ നേർന്നിടും. ആ നേർന്നിട്ടിട്ട് അന്നത്തെ ദിവസം വൃശ്ചിക 20-ാം തീയതി വെളുപ്പിന് കുളിച്ച് വൃത്തിയായിട്ട് അമ്മമാർ ഈ പലഹാരം വീടുകളിൽ ഉണ്ടാക്കിയിട്ട് ഇത് അവിടെ കുറച്ചെടുത്ത് പള്ളിയിൽ അവിടെ ചെമ്പ് വെച്ചിട്ട് ചെമ്പിലിട്ടിട്ട് കുർബാന കഴിയുമ്പോൾ ഇത് അവിടെയുള്ള ഭക്തജനങ്ങൾക്കെല്ലാം വിളമ്പി കൊടുക്കും. അങ്ങനെ ഭയങ്കര പവറുള്ള ഒരു നേർച്ചയാണ്. ഇതിൻ്റെ പേരാണ് തമുക്ക് നേർച്ച. ഇതിനൊരു ഐതിഹ്യമുണ്ട്. അവിടെ വൃശ്ചിക 20-ാം തീയതി വർഷങ്ങൾക്കും പുരാതന കാലത്ത് അന്നത്തെ ബാവാ തിരുമേനി വന്ന് കുർബാന ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സമയം വിശ്രമിക്കുന്ന ടൈമിൽ അവിടെയുള്ള ഭക്തജനങ്ങൾ ഈ തിരുമേനിക്ക് ഈ പഴം കൊണ്ടുള്ള ഈ നേർച്ച ഉണ്ടാക്കി കൊടുത്തു. അപ്പം തിരുമേനി ഇത് കഴിച്ചിട്ട് പറഞ്ഞു, ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നമുക്ക് നേർച്ച എന്ന് പണ്ട് കാലത്ത് പറഞ്ഞു. പിന്നെ അത് പറഞ്ഞ് തമുക്ക് നേർച്ചയായി. അപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് ഭയങ്കര വിശുദ്ധിയുള്ള ഒരു പലഹാരമാണ്. ടേസ്റ്റിയാണ്. പക്ഷെ ഭയങ്കര ഇവിടെയൊക്കെ ഞാൻ വീണ്ടും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഭയങ്കരമായിട്ട് വാഴക്കൊലയുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ആദ്യമേ ചെയ്യേണ്ട പഴം ഉരിഞ്ഞിട്ട് തൊണ്ട് പൊളിച്ചിങ്ങനെ അരിഞ്ഞെടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ചെയ്യാനുള്ള നമ്മൾ ചോറ് വയ്ക്കുന്ന കുത്തരി കഴുകിയിട്ട് വറുത്ത് അത് പൊടിച്ചെടുക്കണം മിക്സിയിൽ. അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ജീരകവും ഏലക്കായും കൂടി അങ്ങിട്ട് ഒരുമിച്ച് ഇങ്ങനെ പൊടിച്ച്, അപ്പോൾ വേറെ സെപ്പറേറ്റ് പൊടിക്കേണ്ട കേട്ടോ. കുറച്ച് ചുക്കുപൊടിയും കൂടി ഇട്ടാൽ നന്നായിരിക്കും. ചുക്കുപൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നല്ല വൈറ്റ് ശർക്കര ചീകി എടുക്കണം. ഇങ്ങനെ വിളയിച്ച് വെള്ളമൊക്കെ എടുക്കരുത്, വെറുതെ ചീകി എടുക്കണം. പിന്നെ ഇതിന് വേണ്ട കുറച്ച് തേങ്ങ ചിരകിയത് വേണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ പഴം അരിഞ്ഞ് ഇങ്ങനെ ഇടണം. അതിലിട്ട് വലിയ പാത്രത്തിലിടണം. പണ്ടൊക്കെ വീടുകളിൽ ഇങ്ങനെ വലിയ ചെരുവത്തിലാണ് ഉണ്ടാക്കണം കേട്ടോ, ഒത്തിരി പേർക്ക് കൊടുക്കാനായിട്ട്. എന്നിട്ട് അമ്മമാർ ചെയ്ത് നമ്മൾ കാണിച്ച് തന്ന് പഠിപ്പിച്ചേക്കണതാണ്. അത് കഴിഞ്ഞ് ശർക്കര ചിരകിയിടണം. അങ്ങനെ ശർക്കര മതി, അത് ചിരകി എടുത്ത് ഇങ്ങനെ ഇടണം. പിന്നെ അതിന് വേണ്ട കുറച്ച് തേങ്ങ ഞാൻ പറഞ്ഞില്ലേ, നാളികേരം ചിരകിയെടുക്കണം. നാളികേരം ചിരകിയത് അതിലിങ്ങനെ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞാൽ ഏലക്കയും ജീരകമൊക്കെ പൊടിച്ച പൊടിയാണ് മിക്സിയിൽ. അപ്പം ഇത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. ഒന്ന് പയ്യെ ഇളക്കാം. ഒരുപാട് അമർത്തി പുഷ് ചെയ്ത് ഇളക്കരുത്, പയ്യെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ആ ഏലക്കായയുടെയും ജീരകത്തിൻ്റെയും കൊടിയുടെ ഒക്കെ മണം കണ്ട രക്ഷയില്ല. ഭയങ്കര ടേസ്റ്റുള്ള പലഹാരമാണ് ഇത്. പള്ളിയിൽ നേർച്ച ഞങ്ങൾ ഈ ചെമ്പിൽ കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ ആ ചെമ്പിലെ നേർച്ച കഴിക്കാനില്ലേ ഭയങ്കര തിരക്കവിടെ.
പിന്നെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ പള്ളിയിൽ കൊണ്ടുപോയി നടത്തും ചിലർ. കൊലയോടുകൂടി പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച്. പിന്നെ പള്ളിയിൽ ഇതായിട്ട് ഈ മർത്തമറിയം വനിതകൾ ഇങ്ങനെ സമാജ മെമ്പേഴ്സ് അവിടെ പള്ളി ഹാളിൽ ആയിരക്കണക്കിന് കൊലകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കാം. എന്നിട്ട് 2 ദിവസം കൊണ്ട് അരിഞ്ഞത് നേർച്ചയായിട്ട് പാക്ക് ചെയ്ത് അവർ ഓരോ പാക്കറ്റിന് ഇത്ര രൂപ വെച്ച് പള്ളിയിൽ പ്രിന്റ് ചെയ്ത് ബോക്സിൽ വിൽക്കുന്നുണ്ട്. അത് നമുക്ക് നേർച്ച ഇപ്പം പുരയിടവും പറമ്പൊന്നും ഇല്ലാത്തവർ ആ ബോക്സ് നേർച്ചയാണ് വാങ്ങിച്ച് വീടുകളിൽ കൊണ്ട് കഴിക്കണേ കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കോ, ഇതിങ്ങനെ തിരികെ എടുക്കണം. ഇതാണ് തമുക്ക് നേർച്ച. ഭയങ്കര ടേസ്റ്റാണ്. പഴമൊക്കെ അധികം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ എല്ലാവരും. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും കുറച്ച് കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ ഇരുന്ന് കുറേശ്ശെ എടുത്ത് കഴിക്കാനും നല്ലതാണ്. 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ബായ്.